സോ ഹലോ ആൾ വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് റിവിഷൻ പ്ലാനാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് 2 മാസം ഏകദേശം 62 ദിവസമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. നീറ്റ് 2024 ഏകദേശം 62 ദിവസമാണ് ബാക്കിയുള്ളത്. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതായത് റിവിഷനാണ് മെയിനായിട്ടുള്ള നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് റിവിഷനാണ്. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ റിവിഷൻ കൊണ്ടുപോകേണ്ടത്, ഞാൻ എങ്ങനെയൊക്കെയായിരുന്നു റിവിഷൻ ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞു തരുന്നത്. സോ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്, ഒരുപാട് സമയം എടുത്ത് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസ് ഉണ്ടാക്കുന്നത്. സോ നിങ്ങളെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നീറ്റ് റിലേറ്റഡ് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഷോർട്ട് നോട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എക്സാമിന് മുന്നേ നിങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യം നോക്കൽ കഴിയില്ല. അപ്പോൾ ഷോർട്ട് നോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ പോസ്റ്റസൊക്കെ കിട്ടും. വാട്സപ്പ് ഗ്രൂപ്പല്ല, ചാനലാണ്. നീറ്റിൻ്റെ എക്സ്ക്ലൂസീവായിട്ട് നീറ്റിന് മാത്രം ഉണ്ടാക്കിയ ഒരു ചാനലാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാം. സോ നമുക്ക് നേരെ കണ്ടൻറ്റിലോട്ട് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് റിവിഷൻ പ്ലാനാണ് ഫോർ നീറ്റ് 2024 ആണ്. ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. സോ എന്താണെന്ന് വെച്ചാൽ 62 ദിവസമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. അതായത് 2 മാസം മാത്രം അല്ലേ? ഏകദേശം ഒരു 2 മാസം 62 ദിവസമാണ് നിങ്ങൾക്ക് ഇനി നീറ്റിനുള്ളത്. അപ്പോൾ ഈ ഒരു 62 ദിവസം നിങ്ങൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് റിവിഷൻ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഞാൻ പറഞ്ഞുതരാം. സോ ഹൗ ടു ഡു റിവിഷൻ ഡ്യൂറിങ് ടോപ്പിക് വൈസ് മോഡൽസ്. അതായത് നിങ്ങൾക്കിപ്പോൾ ടോപ്പിക് വൈസ് മോഡൽസ് ആയിരിക്കും. ടോപ്പിക് വൈസ് എന്ന് പറഞ്ഞാൽ ഓരോരോ 10-12 ചാപ്റ്റേഴ്സ് പാർട്ടായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോരോ ടോപ്പിക്കായിട്ട്. അതായത് ഇന്ന ടോപ്പിക്കിൽ ഇത്ര ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് ഏകദേശം 2-3-4 ദിവസം ഗ്യാപ്പ് വന്നിട്ട് എക്സാം ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ റിവിഷനുള്ള സമയം ഉണ്ടാവില്ല. കാര്യം എന്ന് വെച്ചാൽ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ റിവിഷൻ ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെറിയൊരു റിവിഷൻ നിങ്ങൾ ചെയ്യണം. അതായത് കുറച്ച് സമയത്തേക്ക് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറന്നു പോവില്ല. പക്ഷേ നിങ്ങൾക്ക് ടോപ്പിക് വൈസിന് പഠിക്കാനും പറ്റും. സോ ഓൺലി 1 അതായത് ഒരു ദിവസം 1.5 മണിക്കൂർ മാത്രം റിവിഷന് സ്പെൻഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് മോഡൽ കഴിയുമ്പോഴത്തേക്കും, അതായത് ഫുൾ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നിങ്ങളിപ്പോൾ ഡെയിലി 1.5 മണിക്കൂർ റിവൈസ് ചെയ്യാം. എക്സ്ക്ലൂസീവ് റിവിഷൻ സ്റ്റാർട്ട് ഡ്യൂറിങ് ഫുൾ ടോപ്പിക് എക്സാംസ്. അതായത് ഫുൾ ടോപ്പിക്ക് തുടങ്ങുമ്പോഴാണ് നിങ്ങൾ കറക്റ്റായിട്ടുള്ള റിവിഷൻ നിങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ റിവിഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. സോ യു ഹാവ് ടു ഡു റിവിഷൻ ഡ്യൂറിങ് ദാറ്റ് ടൈം പ്രോപ്പർലി. ഓക്കെ, ആ ഒരു സമയത്താണ് നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യേണ്ടത്. ഓക്കെ, നോ നീഡ് ടു ഡു റിവിഷൻ നോ നീഡ് ടു റീഡ് NCERT ഫിസിക്സിൻ്റെ NCERT വായിക്കേണ്ട ആവശ്യം ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയമല്ല, നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. ഫിസിക്സ് എന്താ ചെയ്യേണ്ടത് നോക്കിയാൽ പറഞ്ഞുതരാം. നോ നീഡ് ടു റീഡ് കെമിസ്ട്രി NCERT ഒന്നും റീഡ് ചെയ്യാനുള്ള സമയമില്ല. NCERT റീഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കിയാൽ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതായത് യൂസ് ടൈം വെരി യൂസ്ഫുൾ. അതായത് ഇനിയുള്ള സമയം നിങ്ങൾ ടൈം മാക്സിമം ഉഷാറായിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും റീഡ് ചെയ്തിട്ട് നിങ്ങൾ സമയം വെറുതെ വേസ്റ്റ് ആക്കാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റഡി പ്ലാൻ ഫോർ 1 month ആണ്. ലാസ്റ്റ് 1 മാസത്തേക്കുള്ള കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ. അതായത് ലാസ്റ്റ് 1 മാസം ഞാൻ പറഞ്ഞില്ലേ, 2 മാസം നിങ്ങൾക്ക് ഇനി അവൈലബിൾ ആണ്. ഈ 2 മാസത്തിൽ നിങ്ങൾ ഇപ്പോൾ ഇനി വരുന്ന 1 മാസം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പിന്നെ അടുത്ത 1 മാസം ഉണ്ടല്ലോ അത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനിയുള്ള നിങ്ങളെ 1 മാസത്തേക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്കിപ്പോൾ പാർട്ട് വൈസ് മോഡൽ എക്സാംസ് ആയിരിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഡെയിലി 1.5 മണിക്കൂർ 1.5 മുതൽ 2 മണിക്കൂർ നിങ്ങൾ റിവിഷൻ ചെയ്യണം. ഓക്കെ, അത് ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. അതായത് റെസ്റ്റ് ടൈം സ്റ്റഡി ഫോർ മോഡൽ എക്സാംസ്. ബാക്കിയുള്ള സമയം നിങ്ങൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഇപ്പോൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഡിവൈഡ് 1 hour into 3 പാർട്ട്. അതായത് ഈ 1.5 മണിക്കൂർ 3 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ 1.5 മണിക്കൂർ 3 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഉപകാരം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക് വൈസ് മോഡൽ ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും. ഇതിന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അറിയില്ല. ഈ ഒരു 3 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഒരു ഒറ്റ സ്ട്രെച്ചിൽ 1.5 മണിക്കൂർ ഇരിക്കേണ്ട ആവശ്യമില്ല. ഒരു 1.5 മണിക്കൂർ 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുക. അതായത് ഒന്ന് രാവിലെ, ഒന്ന് ഉച്ചയ്ക്ക്, ഒന്ന് നൈറ്റിൽ. ഓക്കെ, രാവിലെ, ഉച്ചയ്ക്ക്, നൈറ്റിലാണ് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത്.
അപ്പോൾ അതായത് ഇനി പിന്നെ ഓരോരോ സബ്ജക്റ്റും എങ്ങനെയൊക്കെയാണ് റിവിഷൻ ചെയ്യുക, ഏതൊക്കെ സമയത്താണ് റിവിഷൻ ചെയ്യേണ്ടത് പറഞ്ഞത്. ഇത് ഞാൻ ഉപയോഗിച്ച ഓരോ സമയം ഉപയോഗിച്ച ഓരോ മെത്തേഡാണ്. നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുകയാണെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യുന്നത് നല്ലൊരു മെത്തേഡാണ്. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇതുപോലത്തെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്തത്. ഓക്കെ, ഞാൻ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പോൾ ഫിസിക്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് രാത്രിയാണ്, രാത്രി നൈറ്റിൽ 9 മുതൽ 9:30 വരെ. ഓക്കെ, ജസ്റ്റ് റിവിഷൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഉള്ളത്. അതായത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ റിവിഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അത് ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മോഡലിന് ഇപ്പോൾ ഇന്നലെ നിങ്ങൾക്ക് മോഡൽ തന്നിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ കാര്യമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പോൾ ഇന്നലെ മോഡലിൽ നിങ്ങൾ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൾറെഡി ചെയ്തിട്ടുണ്ട്, അത് പിന്നെ ഒന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻസ് റിവൈസ് ചെയ്യുക, മൈൻഡ് മാപ്പ് ഉപയോഗിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് നോട്ട് ഉപയോഗിച്ചുകൂടെ റിവൈസ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ മൈൻഡ് മാപ്പ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ടെലഗ്രാമിലൊക്കെ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് എന്താ പറയുക മൈൻഡ് മാപ്പ് ഷോർട്ട് നോട്ടൊക്കെ നമ്മൾ ആൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റിവൈസിങ് ഫിസിക്സ് ചാപ്റ്റേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ നോളജ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്സ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററാണ് നിങ്ങളിപ്പോൾ ഇന്ന് റിവൈസ് ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റർ അറിയാം, ഏതൊക്കെ അറിയാതിരിക്കും. അതായത് അറിയാത്ത ചാപ്റ്റേഴ്സ് നിങ്ങളിപ്പോൾ റിവൈസ് ചെയ്യാനുള്ള അറിയാത്ത ചാപ്റ്റേഴ്സ് ഈ 1/2 മണിക്കൂർ കൊണ്ട് റിവൈസ് ചെയ്യാൻ പറ്റില്ല. അറിയുന്ന ചാപ്റ്റർ ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഇക്വേഷൻ ജസ്റ്റ് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഒരു ചാപ്റ്ററിന് തന്നെ ചിലപ്പോൾ 3-4 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഈ 1/2 മണിക്കൂറിനുള്ളിൽ ജസ്റ്റ് ഇക്വേഷൻസ് റീഡ് ചെയ്തിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ മറന്നു പോയ ചാപ്റ്റേഴ്സിന് ഏകദേശം ഒരു 20 മിനിറ്റോ 25 മിനിറ്റോ ഒക്കെ എടുക്കും. അത് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് അതൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യുക. അതായത് നിങ്ങളുടെ കാര്യം നിങ്ങൾക്കേ അറിയുള്ളല്ലോ. ഓരോരോ കുട്ടികൾക്ക് ഓരോരോ കാര്യങ്ങൾ അവനവനെ അറിയുള്ളൂ. അതായത് എനിക്ക് ഏത് ചാപ്റ്റർ അറിയില്ല അതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ രീതിയിൽ ചെയ്യാം. പിന്നെ ബയോളജിക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ രാവിലെ 6 മണി മുതൽ 6:30 വരെയാണ് ബയോളജി നിങ്ങൾ റീഡ് ചെയ്യേണ്ടത്. അതായത് ചെറിയ ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റീഡ് ചെയ്ത് തീർക്കുക. അതായത് ചെറിയ ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ചാപ്റ്റർ റീഡ് ചെയ്ത് തീർക്കുക. പിന്നെ അതായത് വലിയ ചാപ്റ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ അത് ചാപ്റ്റർ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത ഭാഗം മാത്രം റീഡ് ചെയ്തിട്ട് റിവൈസ് ചെയ്യുക. റിവൈസിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, പിന്നെ കെമിസ്ട്രി നിങ്ങൾക്ക് കെമിസ്ട്രിയാണ് 12 മണി മുതൽ 12:30 വരെയാണ് കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് സമയം വരുന്നത്. ഓക്കെ, കെമിസ്ട്രി 12 മണി മുതൽ 12:30 വരെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താണ് അപ്പോൾ കെമിസ്ട്രി നമുക്ക് 3 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. കെമിസ്ട്രി നമുക്ക് 3 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം: ഫിസിക്കൽ, ഇനോർഗാനിക്, ഓർഗാനിക്. അപ്പോൾ ഫിസിക്കൽ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫിസിക്കലാണെങ്കിൽ ഫിസിക്സിനെ പോലെ ജസ്റ്റ് റിവൈസ് ഇക്വേഷൻസ്, അതായത് മൈൻഡ് മാപ്പ്, ഷോർട്ട് നോട്ട് നിങ്ങൾ ഉപയോഗിച്ച് ഷോർട്ട് നോട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ഇനോർഗാനിക് ആണെന്നുണ്ടെങ്കിൽ ഇനോർഗാനിക് സെയിം മെത്തേഡ്, ഒരു ചാപ്റ്റർ ഫുള്ള് റീഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ഷോർട്ട് നോട്ട്, മൈൻഡ് മാപ്പ്, ഹൈലൈറ്റ് ചെയ്ത കാര്യം. പിന്നെ ഓർഗാനിക്കിൻ്റെ കാര്യമാണെങ്കിൽ ഓർഗാനിക് ആണെങ്കിൽ NCERT റിയാക്ഷൻസ് മാത്രം നോക്കുക. ഓക്കെ, അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാ കാര്യവും റിവൈസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ഓർത്തെടുക്കാനാണ്. അതായത് മറന്നു പോകാതിരിക്കാൻ. അത് നിങ്ങൾ കൂടുതൽ സമയം, അതായത് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ കാര്യവും ഓർമ്മ ഉണ്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾ എക്സാമും കൂടി ഇതിൻ്റെ കൂടെ എഴുതുമ്പോൾ ഒന്നും കൂടി അത് എന്താ പറയുക ഉഷാറായിട്ട് മാറും. അപ്പോൾ ഇനി ഡ്യൂറിങ് മോഡൽ എക്സാം ഡേയ്സ്, അതായത് നിങ്ങൾക്കിപ്പോൾ മോഡൽ എക്സാം, ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ രാവിലെ റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രാവിലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടെങ്കിൽ ഇന്നത്തെ രാവിലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള മോഡലിൻ്റെ കാര്യം പഠിക്കുക. അപ്പോൾ രാവിലത്തെ ഷെഡ്യൂൾ നിങ്ങൾക്ക് രാവിലത്തെ ആ കാര്യം നിങ്ങൾ ഒഴിവാക്കിയിടുക. പിന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരം എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഉണ്ടാവും. അത് ചെയ്ത് പെട്ടെന്ന് തീരാനുണ്ടെങ്കിൽ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 1 മാസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ലാസ്റ്റ് 1 മന്താണ്. ഇപ്പോൾ ഞാൻ ആൾറെഡി വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞല്ലോ, ആദ്യത്തെ 1 മാസം നമ്മളൊരു പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് രണ്ടാമത്തെ 1 മാസം, പിന്നെ ഏറ്റവും അവസാനത്തെ മാസമാണിത് എന്ന് വിചാരിക്കുക. അതായത് അവസാനത്തെ മാസത്തെ ഒരു ഷെഡ്യൂളാണ് ഇനി പറയുന്നത്. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഉഷാറായിട്ട് പഠിക്കേണ്ട സമയം. ഓക്കെ, എന്നാൽ ആ ഒരു മാസം പഠിച്ച കാര്യങ്ങളാണ് നിങ്ങൾ നീറ്റിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 1 മന്താണ്. അതായത് രാവിലെ 6 മുതൽ ഷെഡ്യൂളാണ്, പെട്ടെന്നുള്ള ഷെഡ്യൂൾ ഞാൻ പറഞ്ഞുതരാം. രാവിലെ 6 മണി മുതൽ 8 മണി വരെ ബയോളജി പഠിക്കുക. 8:30 മുതൽ, അതായത് 8 മണി മുതൽ 8:30 വരെ ബ്രേക്ക്ഫാസ്റ്റ്, 8:30 മുതൽ 10:30 വരെ ഫിസിക്സ്, 2 മണിക്കൂർ ഫിസിക്സ്, 2 മണിക്കൂർ കെമിസ്ട്രി. ഓക്കെ, 12 വരെ കെമിസ്ട്രി. ബാക്കി പിന്നെ 1:30 നിങ്ങളുടെ എക്സാം, അതായത് സെൽഫ് എക്സാം, അതായത് നിങ്ങൾ എഴുതുന്ന എക്സാം ഉച്ചയ്ക്ക് തന്നെ നിങ്ങൾ എക്സാം എഴുതണം. കാര്യം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു നീറ്റ് 2 മണിക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 1:30 തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ, അത് പ്രശ്നമൊന്നുമില്ല. 1:30 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നാലുള്ള നിങ്ങളെ ആ ഒരു ഇത്
ഇതാവുക. അപ്പോൾ ഈ 1:30ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫുഡ് കഴിക്കണം. നിങ്ങൾക്ക് എല്ലാം ഇപ്പോൾ ടോയ്ലറ്റ് പോകണമെങ്കിൽ ടോയ്ലറ്റൊക്കെ നിങ്ങൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ പോയി, അതായത് 1:30ന് മുന്നേ തന്നെ പോകണം. എക്സാമിൻ്റെ സമയത്ത് ഒരിക്കലും നിങ്ങൾ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. ഒക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ മാനേജ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം ഹാളിൽ വെള്ളം കൊണ്ടുപോകാനൊക്കെ പറ്റും. പക്ഷേ നിങ്ങളിപ്പോൾ എക്സാം എഴുതുമ്പോൾ നിങ്ങളൊരു എന്താ പറയുക ഒരു ഇതായിട്ട് കൂട്ടുക. അതായത് ഡോണ്ട് ഡ്രിങ്ക് വാട്ടർ. അത് എക്സാമിൻ്റെ സമയത്ത് വാട്ടർ ഡ്രിങ്ക് ചെയ്ത് ടോയ്ലറ്റിലേക്ക് പോകരുത്. OMR പെൻ പേപ്പർ മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യണം. ഓൺലൈൻ എക്സാം മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ നിന്നൊക്കെ പ്രിൻ്റ് എടുക്കാവുന്നതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ. നിങ്ങൾ സ്വന്തമായിട്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ 5:30ക്ക് എക്സാം അതായത് നിങ്ങൾ 4:50 എക്സാം തീരും അല്ലേ. 4:50 എക്സാം തീരും. എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. പിന്നെ എക്സാം 4:50 തീർന്നു കഴിഞ്ഞാൽ ഏകദേശം 5:30 വരെയൊക്കെ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. പിന്നെ 5:30 മുതൽ 11:30 വരെ അനലൈസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഹൗ ടു അനലൈസ്, എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനാലിസിസ് ചെയ്യണം. അതായത് 5:30ക്ക് എക്സാം കഴിഞ്ഞാൽ ഈ 11:30 വരെ, അതായത് ഒരുപാട് സമയമുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ പ്രയേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുക, ബാക്കി ഈ ഒരു 5:30 മുതൽ 11:30 വരെ നിങ്ങൾക്ക് എക്സ്ട്രാ, അതായത് നിങ്ങൾക്ക് ഫുഡും ഡിന്നറൊക്കെ കൊടുക്കും. ഞാൻ അതിൻ്റെ ഷെഡ്യൂളൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ ഈ ഒരു 11:30 വരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, നിങ്ങൾ യു ഹാവ് ടു ഡു അനലൈസിങ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. യു ഹാവ് ടു അനലൈസ് ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് എക്സാം പേപ്പർ അനലൈസ് ചെയ്യുക. അത് വീഡിയോ സൊല്യൂഷൻസ് ഉണ്ടാവും, അതൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഈ എക്സാം അനാലിസിസ് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം എഴുതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് അനാലിസിസ്. എക്സാം പേപ്പർ അനാലിസിസ് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. നിങ്ങൾ എക്സാം എഴുതുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ബയോളജി എങ്ങനെ അനാലിസിസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, തെറ്റിപ്പോയത് ബയോളജി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആ ഭാഗം മാത്രം, ഒരു പാരഗ്രാഫ് ഉണ്ടാവും, ആ പാരഗ്രാഫ് മാത്രം റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ 1, 2, 3 സെൻറ്റൻസ് മാത്രം റീഡ് ചെയ്യുക. ബാക്കിയുള്ള ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കറക്കി കുത്തിയതും സെയിം അവസ്ഥ. പിന്നെ നിങ്ങളിപ്പോൾ ആ ഒരു പാരഗ്രാഫ് മാത്രം റീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ഒരു ഐ പോയി കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ടോപ്പിക് പാടെ എടുത്ത് റീഡ് ചെയ്യാം. ഇങ്ങനെ ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബയോളജി എല്ലാ കാര്യവും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഏരിയാസും നിങ്ങൾ കവറായിട്ട് പോകും. അതാണ് ഈ ഒരു എക്സാമിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് ഫിസിക്സിൻ്റെ കാര്യമാണ്. അതായത് ഫിസിക്സ് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. അതായത് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കറക്കി കുത്തി ജസ്റ്റ് നമ്മൾ കറക്കി കുത്തിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതെന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ഇക്വേഷൻ റിവൈസ് ചെയ്യുക. അതിനുശേഷം ആ സെയിം ടോപ്പിക്കിലുള്ള 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനാലിസിസിൻ്റെ സമയത്ത് ചെയ്യാം. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് സ്ട്രോങ് ആയി. അങ്ങനെ ഒരു മാസം നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് മാക്സിമം, അതായത് ഒരു മാസം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും ഓർത്തെടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഒന്നും മറക്കൂല. അപ്പോൾ എല്ലാ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് തെറ്റിപ്പോയ എല്ലാ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൾറെഡി കവേർഡ് ആയിട്ട് മാറും. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കെമിസ്ട്രി, ഓർഗാനിക്, ഇൻഓർഗാനിക്, ഫിസിക്കൽ, കെമിസ്ട്രീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓർഗാനിക് ആണെന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ് ആണ്. അതായത് തെറ്റിപ്പോയ കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ അണ്ടറിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ് ആണ്. പിന്നെ ടീച്ചേഴ്സ് പറയുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അത് അങ്ങനെ ചെയ്യാം. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവും. പിന്നെ ഇൻഓർഗാനിക് ആണെന്നുണ്ടെങ്കിൽ ബയോളജീൻ്റെ പോലെ തന്നെ ആ ടോപ്പിക്ക് മാത്രം റീഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരുപാട് ഇതുപോലത്തെ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ഇൻഓർഗാനിക് വന്നിട്ടും അപ്പോൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ഷെൽഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുമരിലൊക്കെ എഴുതി വെച്ചിട്ട് ഒട്ടിച്ച് വെക്കുക. ഫിസിക്കലാണെങ്കിൽ ലൈക്ക് ഫിസിക്സ് ആണ്, ഫിസിക്സിനെ പോലെ തന്നെ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂറിങ് എക്സാം ഡേയ്സ് ഡോണ്ട് റൈറ്റ് അതായത് ഡ്യൂറിങ് എക്സാം ഡേയ്സ് ഡോണ്ട് റൈറ്റ് സെൽഫ് എക്സാംസ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇന്ന് എക്സാം ഉണ്ട്, ഇന്ന് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എക്സാമാണ്. ഈ ഒരു എക്സാമിൻ്റെ ദിവസത്തിൻ്റെ അന്ന് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു എക്സാം നിങ്ങൾ രാവിലെ എഴുതേണ്ട ആവശ്യമില്ല. രാവിലെ നിങ്ങൾ മാക്സിമം എല്ലാ കാര്യങ്ങളും റിവൈസ് ചെയ്തിട്ടെടുക്കുക. അതിനായിട്ട് സ്പെൻഡ് ചെയ്യുക. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. രാവിലെയും അതായത് ഡെയിലി 3 or 4 എക്സാമൊക്കെ എഴുതുന്ന ഒരുപാട് പേരുണ്ട്. അതെന്താ വെച്ചാൽ അത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അതായത് നോർമലി ഒരു എല്ലാ സ്റ്റുഡൻറ്റിനെ കൊണ്ടും അങ്ങനെ ഒരുപാട് എക്സാം എഴുതാൻ പറ്റില്ല. മാക്സിമം 2 എഴുതാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ആകെ 1 എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 1 എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്കത് അനാലിസിന് ഒരുപാട് സമയം എടുക്കും. പിന്നെ നമുക്ക് രാവിലെ ഉച്ചവരെ റിവൈസും ചെയ്യണമല്ലോ. ചില ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് റീഡ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നടക്കൂല. 2-3 എക്സാമൊക്കെ എഴുതി കഴിഞ്ഞാൽ മിനിമം 1 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ യു ഹാവ് ടു അറ്റൻഡ് മിനിമം 1 ക്വസ്റ്റ്യൻ പേപ്പർ. ഇഫ് യു അതായത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതായത് എക്സാമിൻ്റെ അന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സ്വന്തമായിട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. അപ്പം അത്രയും ഓക്കെയാണ്, നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതായത് ഈ ലാസ്റ്റ് 1 മന്തിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ ലാസ്റ്റ് 2 മന്ത് എങ്ങനെയൊക്കെയാണ് നീറ്റിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് റിവിഷൻ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും.
സോ നിങ്ങൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറയുന്ന മെത്തേഡൊക്കെ യൂസ് ചെയ്യുക. ഞാൻ പ്രൊവൈഡ് ചെയ്ത, അതായത് നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പിലൊക്കെ ജോയിൻ ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുന്ന മൈൻഡ് മാപ്പൊക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. സോ ആൾ ദി ബെസ്റ്റ്.